നാടും വീടും ഉപേക്ഷിച്ച് കടൽ കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്ന ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഹിജ്റ. മക്കയിലെ ക്രൂര പീഡനങ്ങൾ അതിൻ്റെ പരിധി കടന്നപ്പോൾ തൻ്റെ അനുജനന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി കണ്ടെത്തി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അബിസീനിയയിലേക്ക് പോവുക. അവിടെ നീതിമാനായ ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും ആക്രമിക്കപ്പെടില്ല. അങ്ങനെ 11ഓളം പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ആദ്യ സംഘം ചെങ്കടൽ കടന്ന് ആഫ്രിക്കയിലേക്ക് എത്തി. ആ കൂട്ടത്തിൽ നബിതങ്ങളുടെ മകളായ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹായും ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികൾ അവിടെയും അവരെ വെറുതെ വിട്ടില്ല. വലിയ സമ്മാനങ്ങളുമായി രാജാവായിട്ടുള്ള നജ്ജാഷിയുടെ അടുത്തേക്ക് അവർ വരികയാണ്. അവരോട് ഇവരെ വിട്ടുതരാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ പ്രതിനിധിയായി ജാഫർ ബിൻ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു രാജസദസ്സിൽ നടത്തിയ ആ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. മറിയം ബീവിയെക്കുറിച്ചുള്ള ഖുർആനിക സൂക്തങ്ങൾ രാജാവായിട്ടുള്ള നജ്ജാഷി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയാണ്. രാജാവ് പറഞ്ഞു, ഈ പറഞ്ഞ സന്ദേശവും ഈസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സന്ദേശവും ഒരേ വിളക്കിൽ നിന്നുള്ള വെളിച്ചമാണ്. ഇത് കേട്ടപ്പോഴേക്കും ശത്രുക്കൾക്ക് തോറ്റ് പിന്മാറുകയല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. വിശ്വാസികൾ അവിടെ സുരക്ഷിതരാവുകയായിരുന്നു.